പരുത്തിക്കാടിന്റെ ഇന്നത്തെ ഫ്രഷ് ചർച്ചയിലെ ഒരു ദൃശ്യം വന്നിട്ടുണ്ട്. ഇടതുപക്ഷ പ്രതിനിധിയായിട്ട് VS സുനിൽകുമാർ പങ്കെടുക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ തുടങ്ങിയ സന്ദർഭത്തിൽ പതിവ് ചൊറിച്ചിൽ തുടങ്ങിയതും സുനിൽകുമാർ കൃത്യമായിട്ടൊരു പോയിന്റ് പറഞ്ഞു. ശ്രദ്ധിച്ചേ. പേരിൽ ഞാൻ പറയട്ടെ നിങ്ങൾ പറയുമ്പോ ഇടപെടുന്ന എന്തിനാണ്? പോയിന്റിലേക്ക് വരുമ്പോ ഇടപെടുന്ന എന്തിനാണ്? നിങ്ങൾ ഒരു പോയിന്റിലേക്ക് വരുമ്പോ നിങ്ങൾ ഇടപെടുന്ന എന്തിനാണ്? അപ്പോ ഈ പറയുന്ന രീതിയിൽ മദ്യത്തിന്റെ അതെ, പോയിന്റ് പറഞ്ഞു തുടങ്ങുന്ന സന്ദർഭത്തിൽ കയറി ചോദ്യമായിട്ട് വന്നോളൂ എന്ന് അദ്ദേഹം ഒരു മറുപടി കൊടുക്കുകയാണ്. ഈ വാചകം എവിടെയോ കേട്ട പോലെ നിങ്ങൾക്ക് തോന്നല്ലേ? ആലോചിച്ചേ. പേരിൽ ഞാൻ പറയട്ടെ നിങ്ങൾ പറയുമ്പോ ഇടപെടുന്ന എന്തിനാണ്? പോയിന്റിലേക്ക് വരുമ്പോ ഇടപെടുന്ന എന്തിനാണ്? നിങ്ങൾ ഒരു പോയിന്റിലേക്ക് വരുമ്പോ നിങ്ങൾ ഇടപെടുന്ന എന്തിനാണ്? അപ്പോ ഈ പറയുന്ന രീതിയിൽ മദ്യത്തിന്റെ ഉണ്ടെന്നേ, വലിയ സമയമൊന്നും ആയിട്ടില്ല. 24 മണിക്കൂറിനകത്ത് നടന്ന ഒരു സംഭവമായിട്ട് നല്ല മാച്ചിങ് ആണ്. എന്താണെന്നല്ലേ? നിങ്ങൾ തന്നെ ഇതൊന്ന് കേട്ടെ. ഒരാൾ സംസാരിക്കല്ലേ സുനിൽ, എനിക്ക് പോയിന്റ് കിട്ടുന്നില്ല. ഇതിങ്ങനെ ശരിയല്ല. ഒരാൾ പോയിന്റ് മുന്നോട്ട് വെക്കാൻ നിൽക്കുമ്പോൾ അതിനിടെ കൂടി പറഞ്ഞാൽ എങ്ങനെയാണ്? കണ്ടിന്യൂറ്റി നഷ്ടപ്പെടില്ലേ? ഞാൻ സുനിലിന്റെ ഇടപെട്ടില്ലല്ലോ. എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ സുനിൽ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ. ഇത് ശരിയല്ല കേട്ടോ. നിങ്ങൾക്കെല്ലാം കണ്ടല്ലോ ഇന്നലത്തെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ PR സുനിൽ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചപ്പോ പരുത്തിക്കാടിന്റെ പൊട്ടിത്തെറിയായിരുന്നു. എങ്ങനെ? ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കരുത്, പോയിന്റ് പറഞ്ഞു വരുമ്പോഴാണോ ചോദ്യം എന്ന രീതിയിൽ പൊട്ടിത്തെറിച്ച അതേ പരുത്തിക്കാടാണ് ഇന്ന് ഇത് നോക്കി. പേരിൽ ഞാൻ പറയട്ടെ നിങ്ങൾ പറയുമ്പോ ഇടപെടുന്ന എന്തിനാണ്? പോയിന്റിലേക്ക് വരുമ്പോ ഇടപെടുന്ന എന്തിനാണ്? നിങ്ങൾ ഒരു പോയിന്റിലേക്ക് വരുമ്പോ നിങ്ങൾ ഇടപെടുന്ന എന്തിനാണ്? അപ്പോ ഈ പറയുന്ന രീതിയിൽ മദ്യത്തിന്റെ കണ്ടില്ലേ? വാക്കിന്റെ കാര്യത്തിൽ മേനോൻ മുഖ്യമന്ത്രിക്ക് പോലെ തന്നെ സമാനമാണ് നമ്മുടെ സ്മൃതി പരുത്തിക്കാട്. എനിക്കാവാം, ബാക്കിയുള്ളവർക്കൊന്നും പാടില്ല. എനിക്ക് എല്ലാത്തിനും പ്രിവിലേജ് ഉണ്ട്, ഞാൻ എല്ലാം ചെയ്യും. മിണ്ടാതിരുന്ന് കണ്ടോളണം, മിണ്ടാതിരുന്ന് കേട്ടോളണം. ബാക്കിയുള്ളവരുടെ സമയങ്ങളിലെല്ലാം ഞാൻ കയറി ഇന്ന് എല്ലാ അലമ്പും ഉണ്ടാക്കിയിട്ട് ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ ഈ നാട്ടിലുള്ള ബാക്കിയുള്ളവരെല്ലാം അടിമയെ പോലെ ഇരുന്ന് കേട്ടോളണം. ഇല്ലയോ? ഇത് പരുത്തിക്കാടിന്റെ മാത്രം പ്രശ്നമല്ല, മേനോന്റെയും കൂടി പ്രശ്നമാണ്. ഞങ്ങൾ അതിന്റെ അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്? ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അല്ല, നിങ്ങൾ അത് തന്നെയല്ലേ ചോദിച്ചു, അതിനല്ലേ ഞാൻ മറുപടി പറയണേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്? ഇടയ്ക്കിടയ്ക്ക് കയറരുത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഞാൻ അവിടെ ഇരിക്കുമല്ലേ? ഇതെല്ലാം തീർത്ത് അങ്ങ് വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? അങ്ങ് ചോദിച്ചത് ഞാൻ കേട്ടല്ലോ. ഞാൻ പറയാനാ ചോദിക്കന്നെ. അല്ല, നിങ്ങളെല്ലാം വീണ്ടും ചോദിക്കാൻ. ഞാൻ പറയട്ടെ മറുപടി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കണ്ടല്ലോ, സമാനമായിട്ട് വരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ ചോദിക്കല്ലേ എന്ത് തോന്നുന്നു? ഒരേ രോഗം, എത്ര സമാനമാണ്, എത്ര വിസ്മയമാണ്. ഈ ഒരു സാമ്യത്തെ സംബന്ധിച്ച് ഇനി ബാക്കിയുള്ളതെല്ലാം നാട്ടുകാർ തന്നെ വിലയിരുത്തിക്കോളും. അത് നിങ്ങൾക്കായി അങ്ങ് വിട്ടയ്ക്കുകയാണ്.